സിസ്റ്റർ ജയശ്രീ, സോ ഹാപ്പി ടു സീ യു ബാക്ക് ഹിയർ. ഇവിടെ 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. Yeah, June 21st I left. ആ, It's almost 6 months. ഓക്കെ. 6 months. അപ്പോ അന്ന് ജൂണിൽ വന്നപ്പോ ഇവിടെ വന്നത് മെയ് 30th എന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ നമ്മുടെ ഡോക്ടർ രമേഷിനെയും ഫാമിലിയെയും ഒക്കെ ഫാദർ ബോബിയുടെ കൂടെ ഞാൻ ബെല്ലാരി ആശ്രമത്തിലായിരുന്നപ്പം അവർ അവിടെ ഒരു ക്യാമ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെട്ടത്. അതിനുശേഷം ഞാൻ 1-2 പ്രാവശ്യം തലയോലപ്പറമ്പിൽ അവരായിരുന്നപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ ഒരു ട്രീറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിസിറ്റ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം എന്തെങ്കിലും നാട്ടിൽ വരുമ്പം ഇവിടെ വരണോ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഏതായാലും ഇത്തവണ ഇവിടെ വരാമെന്ന് വിചാരിച്ചു. ഞാൻ നാട്ടിൽ ഹോളിഡേയ്സിന് വന്നപ്പം ഞാൻ പ്ലാൻ ചെയ്തു 2 ദിവസത്തേക്ക് നവജീവനി വരണമെന്ന് പറഞ്ഞ് ഞാൻ 30th മെയ് ഞാനിവിടെ വന്നു. ഇപ്പം ബോബി അച്ഛനും ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. I was very happy, and Father Vatamattam is the one who brought me here. ഞങ്ങളിവിടെ വന്നിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് ഒക്കെ വന്ന് പിറ്റേ ദിവസമായി നോർമലായിട്ട് തുടങ്ങി. ഒരു വൈകുന്നേരം ആയപ്പം എന്തോ എനിക്കൊരു അസുഖം പോലെ തോന്നി. ഞാൻ ബോബിയച്ചനോട് പറഞ്ഞു, ഫാദർ ഞാൻ ഒന്നും കഴിക്കുന്നില്ല, എനിക്ക് സുഖമായിട്ട് തോന്നുന്നില്ല, ഞാൻ മുറിയിലോട്ട് പോവാമെന്നും പറഞ്ഞ് ഐ വെന്റ് ടു മൈ റൂം. സപ്പറൊന്നും എടുത്തില്ല. രാത്രിക്ക് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടൊരു തലവേദന പോലെ വന്നു. അത് പിന്നെ ഞാൻ കിടന്നുറങ്ങി. രാവിലെ വിത്ത് ദാറ്റ് ഐ വാസ് എ ലിറ്റിൽ ഷെയ്ക്കി. ബട്ട് വെൻ ഫോർ ബാത്ത്. അത് കുളിയെല്ലാം കഴിഞ്ഞിറങ്ങി ഡ്രസ് ചെയ്ത് പുറത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ വലത് കൈയും വലത് കാലും അങ്ങ് തളർന്നു പോയ പോലെ. ആൻഡ് ഐ കുഡ് നോട്ട് സ്പീക്ക് ഓൾസോ. പറയാൻ സാധിക്കുന്നില്ല, നാക്ക് കുഴഞ്ഞ് പോകുന്ന പോലെ. ഉടനെ ഞാൻ പറഞ്ഞ്, എനിക്ക് സുഖമില്ല, ഇന്ന പോലെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ എന്നെ കൊണ്ട് കിടത്തി. ഞാൻ അന്നേരം മുതൽ അവരൊക്കെ എല്ലാവരും കൂടെ കൂടി എന്നെ നോക്കി ശുശ്രൂഷിച്ച് ഞാനിവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. പക്ഷെ ഞാൻ ആ സമയത്ത് ഒരു മരുന്നാട്ടെ, ഒരു ഇഞ്ചക്ഷനാട്ടെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആട്ടെ, യാതൊന്നിനും കീഴ്പ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒരു ടാബ്ലറ്റ് പോലും കൂടെ എനിക്ക് എടുക്കാനായിട്ട് വന്നിട്ടില്ല നേരം. പിന്നെ 5 ദിവസത്തേക്ക് ഐ വാസ് ഓൺലി വെള്ളം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 5 ദിവസം വെള്ളം മാത്രം കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ദിവസം അങ്ങ് വൊമിറ്റിങ് തുടങ്ങി. വോമിറ്റ് ചെയ്തിട്ടൊന്നും പുറത്തു വരാനില്ല. പക്ഷേ ഇറ്റ് വാസ് റച്ചിങ്, വെരി പെയിൻഫുൾ, ലൈക്ക് ടുവേർഡ്സ് ദി എൻഡ് ആസ് തോ ഐ വാസ് കൊളാപ്സിങ്, ലൈക്ക് പക്ഷേ ബോബി അച്ഛനും ഡോക്ടർ രമേഷിനും ബിന്ദുവും അവർ കണ്ടിന്യൂലി എൻ്റെ അടുത്തുണ്ടായിരുന്നവർ. അവരുടെ സ്നേഹ ശുശ്രൂഷയ്ക്കും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് ഒരു 2 മണിക്കൂറും കൂടെ കഴിഞ്ഞതിന് ശേഷം ഐ വാസ് മോർ നോർമൽ. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റ് വിതൗട്ട് ഹെൽപ്പ് നടക്കാനൊക്കെ തുടങ്ങി. കുഴപ്പമൊന്നുമില്ലായിരുന്നു തോന്നി. പക്ഷെ ആ സമയത്തെല്ലാം ഡോക്ടർ ബിന്ദു ആയിരുന്നു രായും പകലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. രാത്രിക്ക് വന്ന് കിടക്കുകയും ദിവസത്തിൽ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ എന്നെ അന്ന് നോക്കി. ഇങ്ങനെ എൻ്റെ തുണി പോലും പുള്ളി ബിന്ദു ആയിരുന്നു കഴുകിയിടുകയും സർവ്വതും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് കാരണം ഇങ്ങനെ അതുപോലെ അവരുടെ സ്നേഹം. ബോബി അച്ഛനെ 10 ദിവസം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി അന്ന് എന്നെ അങ്ങോട്ട് ശരിയാക്കി. ഞാൻ ഫുള്ളി റിക്കവേർഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മസാജ്,
Bindu started giving massage. Another 21 days. അത് സംഭവിച്ചു ജൂൺ 1 മുതൽ 21 വരെ. അതിനിടയ്ക്ക് ജൂൺ 8 ആയപ്പോഴേക്ക് ഐ വാസ് ഓൾമോസ്റ്റ് ഫുള്ളി ഓൾ റൈറ്റ്. ഉടനെ ബോബി അച്ഛൻ അന്ന് എൻ്റെ അമ്മച്ചി മരിച്ച ദിവസമായിരുന്നു. അമ്മച്ചിയല്ല, എൻ്റെ പപ്പ, എൻ്റെ അച്ചാച്ചി മരിച്ച ദിവസമായിരുന്നു അന്ന്. ജൂൺ 8 അമ്മച്ചിൻ്റെ ആയിരുന്നു. അന്ന് വീട്ടിൽ എൻ്റെ സിസ്റ്ററും ഒയ്സന്നാണ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്കും എനിക്കും അല്പം വിഷമം ഉണ്ടായിരുന്നു. സോ ബോബി അച്ഛൻ ഇതൊക്കെ കരുതി കൂട്ടിക്കൊണ്ട് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് ഡോക്ടറിൻ്റെ പെർമിഷനും കൊണ്ട് എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. ആദ്യം പോയ വഴിക്ക് ആദ്യം ഞങ്ങൾ സെമിട്രിയിലാണ് പോയത്. അവിടെ എൻ്റെ പപ്പായുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാനിങ്ങനെ അസുഖമാണെന്നൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല, ആരോടും പറഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവർക്കറിയത്തില്ലായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും അങ്ങ് അതിശയിച്ചു പോയി. അരമണിക്കൂർ നമ്മളവിടെ നിന്ന് കാണുമായിരിക്കും. അത് കഴിഞ്ഞ് 3/4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഞാൻ പിന്നെ ഇവിടെ വന്നു. അങ്ങനെ 3 ആഴ്ച I spent here and then I went back hale and hearty. എന്നിട്ട് എന്നെ ഒരാഴ്ച ഞാൻ വീട്ടിലുണ്ടായിരുന്നു. തിരിച്ചെന്നെ ഞാൻ രാജസ്ഥാനിൽ ജയ്പൂർ വരെ ബോബി അച്ഛൻ കൊണ്ടുവിട്ടു. ഹി വാസ് വിത്ത് മീ ഫോർ ദ ഫ്ലൈറ്റ്. സർവ്വതും അച്ഛൻ ശരിയാക്കി. ടിക്കറ്റിന് എനിക്കൊന്നും അറിയണ്ടായിരുന്നു. സർവ്വതും അച്ഛൻ തന്നെ എല്ലാം ചെയ്ത് എന്നെ അവിടെ കൊണ്ടെത്തിച്ചു, ജയ്പൂരിൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ. പിറ്റേ ദിവസം യു ആർ എ ട്രെയിൻ നേഴ്സ് അല്ലേ? പല പല സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഡൽഹി, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒരുപാട് ബാംഗ്ലൂർ, ഡാർജിലിംഗിൽ വേറൊന്ന്, നാഗാലാൻഡിൽ വേറൊന്ന്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഇതിനെങ്ങനെ, എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു അനുഭവത്തിൽ നിന്നും? ആദ്യകാലത്ത് ഇങ്ങനെ നമ്മൾ ഈ പഠിച്ചതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത് കൂടാതെ ഞാൻ മിഷൻ സ്റ്റേഷനിലൊക്കെ ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾ. ആദിവാസികളുടെ ഇടയ്ക്കും പിന്നെ ബീഹാറിൽ, മധ്യപ്രദേശിൽ ഭീൽ ട്രൈബൽസിൻ്റെ ഇടയ്ക്ക്. അന്നൊക്കെ ഒരു നേഴ്സിനേക്കായി കൂടുതൽ ഒരു ഡോക്ടറായിട്ടായിരുന്നു എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നത്. ഇങ്ങേയറ്റം സർജറി വരെ എനിക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു പയ്യൻ മരത്തേന്ന് വീണ് ഒരു കമ്പ് ഇവിടുന്ന് കയറി ഇവിടെ വരെ കയറി വന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഐ വോണ്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ്. നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, എന്നെക്കൊണ്ടൊന്നും പറ്റുകയല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ ദീദിയുടെ കൈ മരിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ പോവുകയല്ല, എൻ്റെ അന്ന് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാ പറയുന്നത് അതെല്ലാം ക്ലീനാക്കി. പിന്നെ ഞാൻ ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഐ കട്ട് ഓപ്പൺ ഫ്രം ഹിയർ ടു ഹിയർ ആൻഡ് സ്റ്റിക്ക് എടുത്ത് മാറ്റി എല്ലാം ക്ലീനപ്പ് ചെയ്ത് ലെയർ ബൈ ലെയർ ഐ സ്റ്റിച്ച്ഡ് ആൻഡ് ക്ലിയർഡ് അപ്പ്. ദാറ്റ് ബോയ് ഗോട്ട് ഓൾ റൈറ്റ് ആഫ്റ്റർ. അങ്ങനെ വേറെ ഒരിക്കലും ഈ കാട്ടുമൃഗങ്ങൾ വരുന്ന ശല്യം ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരാൾ പുറത്ത് കിടന്ന് ഉറങ്ങിയപ്പോൾ എന്തോ കാട്ടുമൃഗം വന്നൊരു മനുഷ്യ പിടിച്ച് അതിൻ്റെ തല ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി വരെ ഇങ്ങനെ തേങ്ങ പൊളിച്ച് വെക്കുന്ന പോലെ ഇങ്ങനെ വെച്ചു. അത് തിരിച്ച് വെച്ചോണ്ട് അവരെൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, എന്നെക്കൊണ്ട് ഇത് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഐ കാൺ ഡു ഇറ്റ്. പക്ഷെ അവർ സമ്മതിക്കുകയില്ല. അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയില്ല. അവർ തന്നെ ദേവി എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അമ്മയുടെ കൈ വെച്ചാൽ പിന്നെ ഒന്നും പറ്റിയല്ല ഞങ്ങൾക്ക്. അത്ര ഒരു വിശ്വാസമായിരുന്നു അവർക്ക്. ദൈവം സഹായിച്ച് ഇന്ന് വരെ എൻ്റെ
കയ്യിൽ നിന്ന് ഒരു ജീവൻ നഷ്ടപ്പെടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഐ കെയിം ഔട്ട് ആസ് എ നേഴ്സ് ഇൻ 1960. പിന്നെയുള്ള പഠിത്തമൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള PG ഒക്കെ അതൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ ദൈവം എപ്പോഴും എൻ്റെ കർത്താൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് വേറൊരു കാര്യം. ഞാനല്ല ഇതൊന്നും ചെയ്തത്. ദൈവം എന്നെ പ്രേരിപ്പിച്ച് ദൈവം അത് നടത്തിക്കൊണ്ട് തന്നേ ഉള്ളൂ. എന്നിട്ട് ഈ മനുഷ്യർ ഇങ്ങനെ വന്നിട്ട് അവിടെ വന്നപ്പോൾ ഇതിങ്ങനെ തൊപ്പി പോലെ ഇവിടെ മോർ ദാൻ ഹാഫ് 3/4 ഓഫ് ദി ഏരിയ വാസ് റിമൂവ്ഡ് ആൻഡ് സ്കാൽപ്പ് വാസ് ദർ. പിന്നെ ഞാനതെല്ലാം ക്ലീൻ ചെയ്ത്, എനിക്കറിയത്തില്ല എത്ര സമയം എടുത്തൊന്നും അറിയത്തില്ല, അത് മുഴുവൻ ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് ക്ലീനാക്കി, മുടിയെല്ലാം വെട്ടി അതെല്ലാം ക്ലീനാക്കി, അതെല്ലാം കഴിഞ്ഞ് ആ കൊച്ചു ഓൾറൈറ്റ് ആയിപ്പോയി. അതുപോലെ വേറെ ഉണ്ട് സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അത്രയൊക്കെ മതി. അപ്പോൾ ഈ സിസ്റ്ററിന്റെ ഈ അനുഭവം ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ എങ്ങനെയാണ് സിസ്റ്റർ മനസ്സിലാക്കുന്നത്? ഞാൻ നോക്കിയിട്ട് മരുന്നും കൊണ്ട് തന്നെയെല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു അന്നത്തെ അനുസരിച്ച് നമുക്ക് മരുന്നായിരുന്നു എല്ലാം ആവശ്യം. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരുപാട് മരുന്ന് കുടിപ്പിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. മരുന്ന് അത് മുഴുവനും കെമിക്കൽസും കൊണ്ടൊക്കെയാണോ നമ്മൾ ശരിയാകുന്നത്? ആദ്യം മുതലേ എനിക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേന് ഞാൻ ഈ ഒഫീഷ്യൽ ഹോസ്പിറ്റൽ ലൈഫിൽ നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വില്ലേജ് ലൈഫിലോട്ട് പോകാനാണ് ഇഷ്ടം. ഈ പാവപ്പെട്ടവരുടെ ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തവരുടെ ഇടയ്ക്ക് നിന്ന് എന്തെങ്കിലും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേർന്നത്. അന്നേരത്തേനും പിന്നെ there was hardly any allopathy medicine I used to do. I used to do like anemia ഉള്ളവർക്കൊക്കെ ഗൂസ്ബെറി വൈൻ I used to bake. പിന്നെ ഡയറിയ ഉള്ളവർക്കൊക്കെ ഈ പേരയിലയും ഈ മാതള നാരങ്ങയുടെ തൊലിയും ഒക്കെ ഉണക്കി പൊടിച്ചും അങ്ങനെ അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ ഒരുപാട് ചെയ്യുമായിരുന്നു. ഇങ്ങേയറ്റം യൂറിൻ കൊണ്ട് പോലും ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പാമ്പ് കടിച്ച് ബോധം കെട്ട് ചാകാറായി കൊണ്ടുവന്നവരെ റയൽ സ്റ്റ്യൂ വിട്ട് ഞങ്ങൾ അവിടെ ബീഹാറിലായിരുന്നപ്പം അന്ന് ഫാദർ ജോയി ആണെന്ന് തോന്നേ, ഫാദർ ജോയി വാസ് വിത്ത് മീ ഓർ ടോണി, ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ എല്ലാം യൂറിൻ ക്ലീൻ ആയിട്ട് എടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ അവരോട് പറയുന്നില്ലേ മരുന്നാന്നാണ് പറയുന്നത്. എന്നിട്ട് റയൽ സ്റ്റ്യൂബ് വഴി ഞങ്ങൾ ഈ യൂറിന് അരമണിക്കൂർ വീതം അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നു. മനുഷ്യൻ ഗോട്ട് ഓൾ റൈറ്റ് ആൻഡ് വെന്റ്. ഒരു മൂർക്കം പാമ്പ് കടിച്ചതും ബോധം അവർ ആദ്യം കൊണ്ടുപോകുന്നത് വല്ല ടെമ്പിളിലോ അല്ലെ വല്ല ഭൂതോച്ചാടമൊക്കെ ചെയ്യുന്നവരുടെ അടുത്തോട്ടാണ്. പിന്നെ മരിക്കാറാകുമ്പോഴേ ഉള്ളൂ നമ്മുടെ അടുത്തോട്ട് വരുള്ളൂ. പക്ഷേ അതും ഒക്കെ രക്ഷപ്പെട്ടു പോയി. പിന്നെ ഈ ഉൺസി ബേൺ കേസൊക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഈ പിന്നെ ഈ പൂണ്ടൊക്കെ വരുവാണെങ്കിൽ ഞാൻ തേനൊക്കെ പുരട്ടി ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ മനുഷ്യരെ ഞാൻ ഒരുപാട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൂടുതൽ മരുന്നിനേക്കാളൊക്കെ മനുഷ്യർക്ക് കാശില്ലെന്നേ അത്രയും വലിയ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വരാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ കോൾഡും ഇതൊക്കെ വരുമ്പം ഈ കുരുമുളകും അങ്ങനത്തെ ഈ തുളസി ഇലയും ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അവരെ കുളിപ്പിച്ചൊക്കെ അങ്ങനെയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കൊരിച്ചിട്ട് കോൾഡൊക്കെ വന്നാൽ ഞാനൊന്നും മരുന്നൊന്നും എടുക്കാറില്ല അങ്ങനെ സാധാരണയായിട്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം പേരിൽ എന്നോട് മരുന്ന് എടുക്കാൻ പറഞ്ഞിട്ട് ഞാനത് ഇത്ര ഈ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഒരൊറ്റ ടാബ്ലറ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ആവശ്യമില്ല. ഞാൻ ഭക്ഷണം വളരെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഡോക്ടറൊക്കെ പറഞ്ഞതനുസരിച്ച്. പിന്നെ അത് ബോബി ഒരു മാതൃകയാണ്. എനിക്കറിയാം 3 വർഷം ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ആശ്രമത്തിലെ. സോ ഫോർ മീ ഹി വാസ് ആൻ ഇൻസ്പിരേഷൻ സ്പിരിച്വലി ആൻഡ് ഇൻ എവറി വേ. സിസ്റ്ററോട് ഒരു ചെറിയ കാര്യം ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും എൻ്റെ വൈഫും ആൻസി ഞങ്ങൾ വെള്ളിയാഴ്ച ഇവിടെ വന്നായിരുന്നു. അപ്പം ഡോക്ടർ രമേശൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സിസ്റ്റർ വരുന്നുണ്ട്, 91 വയസ്സോളം ആയി, ഇവിടെ എൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു,
ഇപ്പം എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, മരുന്നുകളൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളും വന്നത് ഏകദേശം അതേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം സിസ്റ്ററിൻ്റെ അനുഭവത്തിലും സിസ്റ്റർ ഇങ്ങനെ തന്നെയായിരിക്കും അത്രയും വർഷങ്ങൾ ഡോക്ടർ രമേശിൻ്റെ അഭിപ്രായ പ്രകാരം സിസ്റ്റർ അന്ന് മുതൽ ജീവിച്ചതും ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഞാൻ ബെല്ലാറിയിൽ നിന്ന് അവർ പോകുന്നതിന് ശേഷം ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഈ മീറ്റും ഫിഷും ഒക്കെ കഴിയുന്നിടത്തോളം ഞാൻ എടുക്കുകയല്ല. അതുപോലെ ഷുഗർ അവോയ്ഡ് ചെയ്തു. ഇവർ പറഞ്ഞ പോലെയൊക്കെ തന്നെ മിക്കവാറും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതൊക്കെ കുറേ സഹായിച്ചു ഈ ഫുൾ റിക്കവറിക്ക് വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ കുറേ കൂടെ സീരിയസ് ആയി പോകുമായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇനിഷ്യലി ഏറ്റവും ആദ്യം എനിക്കെന്നാൽ ഇങ്ങനെ ഭക്ഷണം ഒന്ന് തിന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അങ്ങനെ എനിക്ക് ഒരിക്കലും അങ്ങനെ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ വില്ലേജിലൊക്കെ ആയിരുന്നപ്പോഴും ചിലപ്പം ഞങ്ങളുടെ ഭക്ഷണമൊക്കെ വല്ല മുളകൊക്കെ പച്ചമുളകൊക്കെ വറുത്ത് കുറേ ചപ്പാത്തിയും കെട്ടിക്കൊണ്ട് പോകും. പിന്നെ ആട്ടയൊക്കെ കൊണ്ടുപോയി അവർ വില്ലേജുകാരുണ്ടാക്കി തരുന്ന പോലെയൊക്കെ 1-2 പ്രാവശ്യം റൊട്ടി തിന്നും. അങ്ങനെയൊക്കെ തിന്ന് കുറേ പരിചയിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും സമയം ഇത്രയും ഭക്ഷണം വേണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ എന്നെ സഹായിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതശൈലിയിൽ. അപ്പം ഇവിടുന്ന് പറഞ്ഞതുപോലൊക്കെ തന്നെ മുന്നോട്ട് പോകാനും അത് സഹായിച്ചു. പക്ഷെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ചിലപ്പോൾ ടേബിളിൽ കാണും. അപ്പം ചില സമയത്ത് ഒരിക്കലൊന്നും എടുത്തുകൊണ്ട് എന്നാ പറ്റും, ഒന്നും പറ്റുമല്ലോ, അങ്ങനെ ഒരു ചിന്ത വരാറുണ്ട്. ഒരിക്കലും വന്നിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല, വരാറുണ്ട്, തോന്നിയിട്ടുമുണ്ട്. അപ്പോൾ ഐ ടെൽ മൈസെൽഫ്, യുവർ മെഡിസിൻ ഈസ് യുവർ സ്ട്രിക്റ്റ് ഫോളോയിങ് ഓഫ് ദ ഡയറ്റ്. ദാറ്റ് ഈസ് മൈ മെഡിസിൻ. അപ്പോൾ അങ്ങനെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്യും അതിൽ നിന്ന് അങ്ങനെ അകത്ത് നിൽക്കാനായിട്ട്. ഇപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. എന്ത് കണ്ടാലും എനിക്കത് ഇപ്പോഴാണ് കേക്കാട്ടെ ഐസ്ക്രീമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാനിപ്പോൾ ഐസ്ക്രീം എന്ന് തിന്നതാണെന്ന് ഓർക്കുന്നില്ല. ഈ അടുത്ത കാലങ്ങളിലൊക്കെ എന്നും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഐ നെവർ ടേക്ക്. അതുപോലെ കേക്ക്, ചോക്ലേറ്റ് ആണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ചോക്ലേറ്റൊക്കെ അതെല്ലാം വിട്ട് കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ വല്ലപ്പോഴെങ്ങാനും എടുത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് അൻ ഇമ്പോസിബിൾ തിങ്. All what we have to do is, with God's help, make up our mind and do it. And the Lord has asked us to do only what we can do with His help. That's all. That is my എൻ്റെ അനുഭവം. ഇത് ഞാൻ തന്നെ ചെയ്യുന്നതല്ല. ഞാൻ എന്നും എല്ലാം ഞാൻ ദൈവത്തിന് സറണ്ടർ ചെയ്തിട്ട് ഞാൻ ദൈവം എന്നെ നയിക്കുന്നത് പോലെ അതങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അതിൽ എനിക്ക് ഒരു പരിഭവം ഇല്ല, അതെനിക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, നോ പ്രോബ്ലം അറ്റോ. അത് അവിടെ ഇപ്പം കോൺവെൻറ്റിലാണേലും സിസ്റ്റേഴ്സൊക്കെ അത് ദേ കാൻറ്റ് ഫുള്ളി ടേക്ക് ഇൻ. ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ഇപ്പം ക്രിസ്മസിൻ്റെ സമയത്ത് ഓൾ കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് എവറിഥിങ് വാസ് ദെയർ, ബട്ട് ഐ വാസ് നോട്ട് ടേക്കിങ്. എങ്ങനെയാണ് ഇതെല്ലാം ഉള്ളപ്പം യു ആർ നോട്ട് ടേക്കിങ്? Said it doesn't matter, it's okay, that's not everything in life, you know. So പിന്നെ ഞാനിങ്ങനെ പോകുന്നത് കൊണ്ട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ചിലർക്കൊക്കെ ചില കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കുറേ പേരൊക്കെ ഷുഗറൊക്കെ മാറ്റി, ഷുഗറൊക്കെ എടുക്കുന്നവരെ അങ്ങനെ പല കാര്യങ്ങളിൽ കുറേശ്ശെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലർ, എല്ലാവരും അല്ല, കുറച്ചൊക്കെ സ്വീകരിക്കാവുന്നവരെ. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർ രമേശിൻ്റെ ഈ വീടിൻ്റെ ചുറ്റുപാടും നല്ല പച്ചപ്പാണ്. പച്ചപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും മരങ്ങൾ, നല്ല പിന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാം. വാഴ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇത്രയും ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായത് ഇതിനകത്ത്
ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ശുദ്ധവായു ഉം. നമുക്ക് ശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അത് തന്നെയല്ല, ഇവിടെ ഡോക്ടർ രമേശിന്റെ കുടുംബം മുഴുവൻ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് പിന്നെ ശ്രമിക്കുന്നുണ്ട്. തിരുമലിനാണെങ്കിൽ പോലും ഡോക്ടർ രമേശിന്റെ കൂട്ടത്തിലെ മകനും കൂടി എന്നെ ആദ്യം മുതൽ തന്നെ തിരുമുന്നുണ്ട്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം ആൾക്കാർക്കും ഇവിടെ വന്നാൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ മരുന്നുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് അവർക്ക് അസുഖമൊന്നുമില്ലാതെ Sure. മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. that is sure. Yeah. I believe fully what you said, Yeah. and I support it. ഇവിടെ ഇതൊരു വീടാണ്. ഇതൊരു ക്ലിനിക്കും അല്ല, ഹോസ്പിറ്റലും അല്ല, ഇതൊരു വീടാണ്.